പത്മ. ഇന്ന് നമ്മൾ കുഞ്ഞുണ്ണി മാഷിനെയാണ് കാണാൻ പോകുന്നത്. ശരിക്കും അത് കുഞ്ഞുണ്ണി മാഷല്ല, കുഞ്ഞുണ്ണി മാസാണ്. അദ്ദേഹം കുട്ടിക്കവിതകൾ, അതായത് ഹൈക്കൂസ് 2 വരി 4 വരി എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ മുൻപൊക്കെ എനിക്കറിയാവുന്ന ഒരേ ഒരു കാര്യം. പക്ഷെ പിന്നീട് ചില ലൈബ്രറിയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഫെസ്റ്റിവലിനൊക്കെ പോകുമ്പോഴാണ് അറിയുന്നത് കഥകൾ എഴുതിയിട്ടുണ്ട്, നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്, കുറിപ്പുകൾ എഴുതിയിട്ടുണ്ടെന്നൊക്കെ. ഇതിലാണെങ്കിൽ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് സമ്പൂർണ്ണ കൃതിയാണെന്ന് തോന്നുന്നില്ല, പക്ഷെ എങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. കവിതകളും കഥകളും നാടകങ്ങളും പിന്നെ കുട്ടികൾ എഴുതിയ കത്തുകൾക്ക് മറുപടികൾ, അങ്ങനെ ഒരുപാട് എഴുതിയിട്ടുണ്ട്. നമ്മൾ വായിച്ചിട്ടുള്ള ചില കുട്ടിക്കവിതകളിൽ ഉള്ളത് ഭൂമി മേലെയും മാനം താഴെയുമാകും കാലം, ഞാൻ എങ്ങു നിന്നിടണമെന്നൊന്ന് ചിന്തിച്ചിടും. ഭൂമി മേലെയും മാനം താഴെയുമാകും കാലം, ഞാൻ എങ്ങു നിന്നിടണമെന്നൊന്ന് ചിന്തിച്ചിടും. ജനിച്ചു കഴിഞ്ഞിട്ടില്ലിനിയും മുഴുവൻ ഞാൻ, ജനിച്ചു കഴിഞ്ഞിട്ടില്ലിനിയും മുഴുവൻ ഞാൻ, ജനിച്ചേടത്തോളവും മരിച്ചു തീർന്നു കഷ്ടം, ജനിച്ചേടത്തോളവും മരിച്ചു തീർന്നു കഷ്ടം. ഒരുപാട് ചിന്തിക്കേണ്ടതാണ്, പെട്ടെന്നൊന്നും തല കയറില്ല. വേറൊന്നും, മതം മയക്കുമരുന്നാണെങ്കിൽ രാഷ്ട്രീയം കറക്കുമരുന്നാണ്. എന്തൊക്കെയാണല്ലോ. ഇന്ത്യയിലുള്ളത് രാഷ്ട്രീയക്കാർ, ഇന്ത്യയിലില്ലാത്തത് രാഷ്ട്രീയം. ഇന്ത്യയിലുള്ളത് രാഷ്ട്രീയക്കാർ, ഇന്ത്യയിൽ ഇല്ലാത്തത് രാഷ്ട്രീയം. ഇതിനേക്കാളും കൂടുതലൊന്നും എഴുതേണ്ട കാര്യമില്ല, 2 വരി മതി. അങ്ങനത്തെ കുറുക്കി കൊള്ളുന്ന വാക്കുകൾ നല്ല കാച്ചി കുറുക്കി എഴുതിയ 2 വരികളും 4 വരികളും ഒക്കെയാണ്. പിന്നീടുള്ളത് കുട്ടി കഥകളാണ്, വളരെ വളരെ ചെറിയ ചെറിയ കഥകൾ. അത് ഭയങ്കര രസമായിട്ട് വായിക്കാൻ പറ്റുന്ന കുറേ കഥകളുണ്ട്. എല്ലാത്തിനും പിള്ളേർ കാണും. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ കുറച്ച് സർക്കാസം കാണും, പക്ഷെ അത് സർക്കാസം അല്ല, അതും ഉണ്ടാവും. എന്നാൽ സർക്കാസത്തെക്കാളിലും യാഥാർത്ഥ്യത്തിന് വളരെ രഹസ്യമായിട്ട്, അതായത് നർമ്മത്തിലൂടെ അദ്ദേഹം പറഞ്ഞു പോകും. നമ്മൾ ചിരിക്കണോ ചിന്തിക്കണോ എന്ന് പോലും ഒന്നൊരു നിമിഷം ഇങ്ങനെ നിൽക്കും. രണ്ടും ചെയ്യുകയും ചെയ്യും, അതാണ് കാര്യം. അങ്ങനത്തെ ഒരു പുസ്തകമാണിത്. ഇതിപ്പോണ്ടോ അവൈലബിൾ ആണോ എന്നറിയില്ല, എങ്കിലും എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കുക. ഒരു കുട്ടികൾ എഴുതി കത്ത് ചെറുതായിട്ടൊന്ന്, ചെറിയ കത്ത് വല്ലതും ഉണ്ടെങ്കിൽ അതിൻ്റെ അതും കൂടെ വായിക്കും നോക്കട്ടെ. ഒരു കുട്ടി എഴുതിയതെങ്കിലും കത്തിൻ്റെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. കുഞ്ഞു കത്ത്, ചെറുതായിട്ട് എഴുതി എന്തെങ്കിലും കത്തുണ്ടാവും. നോക്കട്ടെ. അതാ ഒരു കുട്ടി എഴുതിയിരിക്കുകയാണ്, കത്ത് എഴുതിയിരിക്കുകയാണ് മാഷിന്. ബഹുമാനപ്പെട്ട കുഞ്ഞുണ്ണി മാസ്റ്റർക്ക്, മാഷെ, എൻ്റെ നാട്ടിൽ അധികം പേർക്കും ഈ 2 പേരുണ്ട്. അച്ഛനും അമ്മയും വിളിക്കുന്ന പേർ 1, നാട്ടുകാരുടെ വക 1, ഞണ്ടുമത്തായി, പോത്തൻ ഹൈദറു, മങ്കി ബാലൻ തുടങ്ങിയവ ഉദാഹരണങ്ങളാണ്. മാഷെ, നാട്ടിൽ ഇങ്ങനെയുള്ള ഡബിൾ പേർ സമ്പ്രദായമുണ്ടോ? ഇതന്നെ മാഷ എഴുതിയാണെന്നൊരു സംശയം തോന്നും. അപ്പോൾ മാഷിന്റെ മറുപടിയാണ്, മാഷയുടെ നാട്ടിലുമുണ്ട്, മനുഷ്യരുള്ളിടത്തോളം എല്ലാം ഉണ്ട്. മനുഷ്യന് പേരിടാൻ തുടങ്ങിയ കാലം മുതലേ ഈ മാറാപ്പേരു സമ്പ്രദായവും തുടങ്ങിയിട്ടുണ്ടാവണം. ഈ സമ്പ്രദായം തമാശയ്ക്ക് കൊള്ളാം, വിളിക്കപ്പെടുന്നവനും രസിക്കുമെങ്കിൽ. എന്നാലും സമയവും സന്ദർഭവും ഒക്കെ ഒത്തിരിക്കുമ്പോഴേ പാടുള്ളൂ. മാഷിന്റെ മറുപടി നമുക്ക് ആദ്യം തോന്നുന്നു മാഷ് എന്ന് എഴുതി മാഷിന് എഴുതിയ മറുപടിയാണോ, നമ്മൾ ചെസ് കളിക്കുമ്പോൾ. പക്ഷെ അല്ല, പിള്ളേരെ എഴുതിയാണ്, അവരുടെ പേരൊക്കെ കൊണ്ട് നാടുണ്ട്. ഇങ്ങനത്തെ രസകരമായിട്ട് വായിച്ചു പോകാൻ പറ്റുന്ന, നന്നാ ചിന്തിപ്പിക്കുന്ന കാര്യങ്ങൾ ഒരുപാട് എഴുതിയിട്ടുണ്ട് മാഷിൻ്റെത്. പിന്നെ അതിൻ്റെ കുട്ടേട്ടൻ്റെ കുറിപ്പുകൾ എന്ന് പറയുന്നത്, അതായത് കുട്ടേട്ടൻ എന്നാണ് ഇതിൻ്റെ തൂലിക നാമം ഇദ്ദേഹം എഴുതും. അപ്പോൾ കുഞ്ഞുണ്ണി മാഷിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്, ഒറ്റ വരിയിലൊക്കെ. അതെങ്ങനത്തെ, ഒരു കാര്യം പഠിക്കുമ്പോൾ 10 കാര്യം പടിഞ്ഞിടും. ജീവിതം കഥയാക്കാം, കഥ ജീവിതമാക്കരുത്. ജീവിതം കഥയാക്കാം,
കഥ ജീവിതമാക്കരുത്. ഇങ്ങനെയാണ് ഇതിൻ്റെ വാക്കുകൾ. അപ്പോൾ ഇതൊന്നും ഇന്ന് പരിചയപ്പെടാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുഞ്ഞുണ്ണി മാഷിൻ്റെ പുസ്തകമാണ്. വായിക്കാൻ പറ്റുന്നവർ വായിക്കുക, ചിന്തിക്കുക. പത്മ.